ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഓണമൊക്കെ എത്താറായി. ഓണ റെസിപ്പീസിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണല്ലോ രസം. അപ്പോൾ സദ്യ സ്പെഷ്യൽ രസം, പരിപ്പ് രസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊന്ന് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പോളം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തവി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-20 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകമാണ്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 3 തക്കാളി, ചെറിയ തക്കാളിയാണ്, വലിയ തക്കാളിയാണെന്ന് വെച്ചാൽ 2 എടുത്താൽ മതി, അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ അരപ്പിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണ വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്, 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ചെറിയൊരു പീസ് കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണെന്ന് വെച്ചാൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊരു തിള വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതപ്പോൾ ഇവിടെ രസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു രസവും പപ്പടവും മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അങ്ങനെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും വേണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്